ഹായ് ഹലോ. ചെമ്മനീർ പൂവിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ സച്ചിക്ക് ഒരുപാട് കടങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യം, അതായത് കടത്തിന്റെ മേൽ കടം എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയിലേക്ക് സച്ചി എത്തുകയാണ്. ആ സമയത്ത് ഇതുകൊണ്ടൊക്കെ തന്നെ വല്ലാതെ ടെൻഷനിലാവുകയാണ് സച്ചി. എങ്ങനെ ഇതൊക്കെ കൊടുത്തു നിൽക്കും എന്നുള്ള ഒരു ആശങ്ക സച്ചിയെ വല്ലാതെ തന്നെ വേട്ടയാടുന്നുണ്ട്. രേവതിയാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ടും തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ തന്നെയാണ്. സച്ചിക്കാണെങ്കിൽ രാത്രി ഒന്നും ഉറങ്ങാൻ പോലും പറ്റാത്ത ടെൻഷൻ കൊണ്ട് വലയുന്ന ആ ഒരു സാഹചര്യത്തിൽ രേവതി സച്ചിയെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കടങ്ങളെയൊക്കെ അതിന്റെ വഴിക്ക് വിട്, ഈ കടങ്ങളൊക്കെ മാറും, നമുക്ക് എന്തായാലും ഒരു നല്ല കാലം വരും എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും സച്ചിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിന് മാത്രം കടങ്ങളാണ് വരുത്തി വെച്ചിട്ടുള്ളത്. ഇനി എന്ന് നല്ല കാലം വരുമെന്നൊക്കെ നീ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ മേലെ ചൂടാവുന്നുണ്ട് സച്ചി. മാത്രമല്ല എന്റെ ഫുൾ അടവും നാളെ തന്നെ തീർത്തു കൊടുക്കണമെന്ന് കൂടെ പറയുമ്പോൾ രേവതി സച്ചി ഉപദേശിക്കുന്നുണ്ട്, നാളെ തന്നെ അയാളോട് പോയി ഒന്ന് സംസാരിക്കുക, കുറച്ചുകൂടെ അവധി തരുമോ എന്ന് ചോദിച്ചു നോക്കാം. ഏതായാലും സച്ചി രേവതിയുടെ ആ വാക്കുകൾ കേട്ടുകൊണ്ട് പലിശക്കാരനോട് കുറച്ചുകൂടെ അവധി ചോദിച്ചു നോക്കാം എന്ന് തന്നെ സമ്മതിക്കുന്നു. അങ്ങനെ രേവതി സച്ചിയെ സമാധാനിപ്പിച്ച് കിടത്തുന്നുണ്ടെങ്കിലും രേവതിയുടെ മനസ്സിലും തീയാണ്. സച്ചിയുടെ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ കുറെയെങ്കിലും മാറണമെങ്കിൽ അതിന് കടങ്ങളെല്ലാം മാറിക്കിട്ടണം. അതിന് തന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ രേവതി ആലോചിക്കുമ്പോൾ രേവതിയുടെ മുന്നിൽ മാർഗങ്ങളൊന്നും തന്നെ വരുന്നില്ല. എനിക്കറിയാവുന്ന ആകെ ഒരു ജോലി എന്ന് വെച്ചാൽ അത് പൂക്കച്ചവടമാണ്. പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഈ കടങ്ങളൊക്കെ വീട്ടാനുള്ള അത്രയും സാമ്പത്തികം കിട്ടുമോ എന്നൊരു ചിന്ത രേവതിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയധികം തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ട് കേട്ടോ രേവതി, എന്താണ് ഇനി ഒരു വഴിയെന്ന്. അങ്ങനെ അവസാനം രേവതിയുടെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുകയാണ്. അത് മറ്റൊന്നുമല്ല, ഡബ്ബിംഗ് ആണ്. അന്ന് വർഷ ഡബ്ബിങ്ങിന്റെ കാര്യത്തിൽ രേവതിക്ക് ഒരു ഭാവിയുണ്ടെന്ന് പറഞ്ഞ് അഭിനന്ദിച്ച കാര്യങ്ങളൊക്കെ ഓർത്തു പോകുന്നതും വർഷയെ വിളിച്ച് ഇതേക്കുറിച്ച് സംസാരിക്കാൻ തന്നെ രേവതി തീരുമാനിക്കുന്നു. അങ്ങനെ വർഷയെ വിളിച്ച് പറയുന്നുണ്ട്, രേവതി എനിക്ക് നിങ്ങളുടെ ഒന്നും അത്ര കഴിവില്ല ഡബ്ബിങ്ങിൽ, പക്ഷെ രേവതി അന്ന് പറഞ്ഞ ആ ഒരു കാര്യം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ സ്ഥിതിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ഡബ്ബിംഗ് ഫീൽഡിൽ കിട്ടുമോ എന്ന് രേവതി വർഷയോട് ചോദിക്കുന്ന സമയത്ത് വർഷ രേവതിക്ക് ആശ്വാസം പകർന്നുകൊണ്ട് തന്നെ പറയാണ്, അതിനൊരു കുഴപ്പമില്ലെന്ന്, നമുക്ക് നോക്കാം. രേവതിക്ക് അത് കേട്ട് സന്തോഷമാവുന്നുണ്ട്. പക്ഷെ ഇക്കാര്യം ആരും അറിയരുതെന്ന് പ്രത്യേകം വർഷയോട് പറയുമ്പോൾ അക്കാര്യം ഞാൻ ഏറ്റു, ശ്രീകാന്തിനോട് പോലും ഞാൻ ഇക്കാര്യം പറയില്ലെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് വർഷ. അതിനുശേഷം വർഷ വീണ്ടും രേവതിയെ വിളിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് രേവതിക്ക് വരാൻ പറ്റുമോ എന്ന് തന്നെ ചോദിക്കും. എന്നും വരണ്ട, ഞാൻ വിളിക്കുന്ന ദിവസം മാത്രം വന്നാൽ മതി, മാത്രമല്ല നല്ലൊരു ഡീസന്റ് എമൗണ്ടും തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് കേട്ടോ. അപ്പോ രേവതിക്കാണെങ്കിൽ സന്തോഷമാവുകയാണ്. താമസിയാതെ ആരും അറിയാതെ രേവതി ഡബ്ബിംഗ് ജോലിക്ക് വേണ്ടി പോകാൻ തുടങ്ങുന്നു. ആരും അറിയാതെ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ രേവതി പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ടൊക്കെയാണ് ചന്ദ്രമതിയോടും വീട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. ചന്ദ്രമതി ആണെങ്കിൽ മിക്ക ദിവസവും രേവതിയോട് എവിടെ പോവുകയാണെന്ന് ചോദിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും രേവതിയാണെങ്കിൽ താൻ അമ്മയെ കാണാൻ പോകുന്നെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുകയാണ്. പക്ഷേ എന്നാൽ ചന്ദ്രമതി അപ്പോഴും നീ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാൻ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ വഴക്ക് പറയുമ്പോൾ രേവതിയാണെങ്കിൽ മറുത്തൊന്നും പറയാതെ വളരെ കൂളായിട്ട് തന്നെ ചന്ദ്രമതിയെ പിണക്കണ്ടെന്ന് കരുതി വളരെ നല്ല രീതിയിൽ തന്നെ പെരുമാറിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ ജോലികളെല്ലാം തീർത്തിട്ടാണ് പോകുന്നത്, വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ രേവതി കൃത്യമായി ചെയ്തു വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ചന്ദ്രമതിക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ഇഷ്ടമല്ലെങ്കിൽ കൂടി ചന്ദ്രമതിക്ക് ഒരു പരിധിയിലപ്പുറം രേവതിയെ തടഞ്ഞു നിർത്താനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് രേവതിക്ക് പോകാൻ തന്നെ അനുവാദം കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും. അങ്ങനെ വർഷ പറയുന്ന ദിവസങ്ങളിലെല്ലാം രേവതി ഡബ്ബിംഗ് ജോലിക്ക് പോവുകയും രേവതിയുടെ വോയിസ് എല്ലാം സീരിയലുകളിലൊക്കെ വരാനും തുടങ്ങി. അപ്പോ ഈ സീരിയലെല്ലാം കാണുന്ന ചന്ദ്രമതി ആണെങ്കിൽ അതിൽ രേവതിയുടെ വോയിസ് ഒക്കെ വരുമ്പോ അത് രേവതിയാണ് പറയുന്നത് എന്ന് പോലും ചന്ദ്രമതിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. വളരെ ആസ്വദിച്ചുകൊണ്ടാണ് അതെല്ലാം വീക്ഷിക്കുന്നത്. അപ്പോൾ രേവതി ആ സമയം മനസ്സിൽ ചിന്തിക്കുന്നു, എന്റെ വോയിസ് അമ്മ ആസ്വദിച്ച് കണ്ടുകൊണ്ട് അത് താനാണെന്ന് അറിയുന്നില്ലല്ലോ. ഒരിക്കൽ സച്ചിയാണെങ്കിലും രേവതിയോട് പറയുന്നുണ്ട്, സീരിയലിൽ വരുന്ന ആ വോയിസും നിന്റെ വോയിസുമായിട്ട് നല്ല സാമ്യമുണ്ട്, നീ ആ ഫീൽഡിലേക്ക് ഇറങ്ങുവാണെങ്കിൽ നിനക്കും നല്ല ഭാവിയുണ്ട്. അപ്പൊ രേവതിക്കാണെങ്കിൽ ഇത് പറയാനും പറ്റില്ലല്ലോ, താനാണ് ഡബിങ് ചെയ്യുന്നത് എന്നുള്ളത് കാര്യം പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി എന്തായാലും ജോലിക്ക് പോകണ്ട, അങ്ങനെ ജോലിക്ക് പോയിട്ട് കടം വീട്ടണ്ട എന്നേ പറയുള്ളൂ. അതുകൊണ്ട് എല്ലാം മനസ്സിൽ തന്നെ ഒതുക്കി നിർത്തുകയാണ് നമ്മുടെ രേവതി. ഏതായാലും രേവതി ജോലിക്കെല്ലാം പോയി ഡബ്ബിംഗ് ജോലിയെല്ലാം ചെയ്ത് കാശ് കുറേശ്ശെയായി പലിശക്കാരന് കൊടുത്ത് തീർക്കും. സച്ചി അങ്ങനെ ഒരു ദിവസം പലിശക്കാരന്റെ അടുത്ത് ചെന്ന് അയാളുടെ കയ്യിൽ കുറച്ച് പണം ഏൽപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് പലിശക്കാരൻ ആ കാര്യം പറയുന്നത്. അതായത് നിന്റെ ഭാര്യ എന്റെ ഫുൾ കടങ്ങളും വീട്ടിയിട്ടുണ്ട്, ഇനി നിനക്ക് ഇവിടെ ഒരു കടവില്ലെന്ന് പറഞ്ഞപ്പോ എന്താ പറയേണ്ടത്, സച്ചിക്ക് അത് കേട്ട് ശരിക്കും ഷോക്ക് ആവുകയാണ്. എന്ത്, എന്റെ ഭാര്യ എങ്ങനെ ഫുള്ള് കടങ്ങൾ തീർത്തെന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ കുറച്ചു മുമ്പ് വന്ന് ഫുൾ കടങ്ങളും ക്ലോസ് ചെയ്തിട്ടാണ് രേവതി പോയതെന്നുള്ള കാര്യം അയാൾ അറിയിക്കുകയാണ്. ഇതുപോലൊരു ഭാര്യയെ കിട്ടിയ നീ ഭാഗ്യവാനാണ് സച്ചി എന്നൊക്കെ അയാൾ പറയുന്നത് കേട്ട് സച്ചിയാണെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് ചിന്തിച്ചു പോവുകയാണ്. എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല.
ശേഷം വീട്ടിലെത്തി രേവതിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് ഈ കടങ്ങളൊക്കെ വീട്ടിയത്? ഇതിന് മാത്രം പണം നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? നീ അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിയതാണോ അതോ നിന്റെ സ്വർണ്ണം എല്ലാം വിറ്റുള്ള പൈസ കൊണ്ട് കൊടുത്തതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതിയാണെങ്കിൽ കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. കാരണം സച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കൂടുതൽ വഴക്കായി തീരും. അതുകൊണ്ട് തൽക്കാലം ഒന്നും പറയണ്ടെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ സച്ചിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ രേവതിക്ക് കൂടുതലൊന്നും മറച്ചു പിടിക്കാൻ സാധിക്കുന്നില്ല. ഒടുവിൽ എല്ലാ കാര്യങ്ങളും രേവതി തുറന്നു പറയാണ്. ഡബ്ബിങ്ങിന് പോയി കിട്ടിയ കാശ് കൊണ്ടാണ് ഈ കടങ്ങളെല്ലാം വീട്ടിയത് എന്നുള്ള കാര്യം. അത് കേൾക്കുന്ന സച്ചിയാണെങ്കിൽ ആദ്യമൊക്കെ ഒന്ന് ഡെസ്പാവുന്നുണ്ടെങ്കിലും പിന്നീട് രേവതി പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ രേവതിയെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് പറയുന്നതല്ലോ. എന്നാലും ഞാൻ രേവതിയോട് അപ്പോഴേ പറഞ്ഞല്ലോ നിനക്ക് അതിൽ ഭാവിയുണ്ടെന്ന്. അതെന്തായാലും സത്യമായല്ലോ. പണത്തിന് വേണ്ടിയിട്ടല്ല, പക്ഷെ നീ ഒരു നല്ല ആർട്ടിസ്റ്റ് ആവുന്നതിലൂടെ നിനക്ക് ഈ നാട്ടിൽ ഒരു നിലയും വിലയൊക്കെ ഉണ്ടാവുമല്ലോ രേവതി. അത് മാത്രമല്ല, എന്റെ അമ്മ സ്ഥിരം കാണുന്ന സീരിയലിൽ ഡബ് ചെയ്യുന്നത് നീയാണെന്നും കൂടെ ഇപ്പൊ അറിഞ്ഞപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി. രേവതിയെ കെട്ടിപ്പിടിച്ച് സച്ചി തുള്ളിച്ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അടിപൊളി ഭാഗങ്ങളെല്ലാം ഇനി നമുക്ക് വരും കാലങ്ങളിൽ പ്രതീക്ഷിക്കാം. അതുവരെ നമുക്ക് കാത്തിരിക്കാം.